വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ഒന്നാം അധ്യായത്തിൽ ഇമ്പോർട്ടൻ്റായ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിൽ ഒന്നാമതായും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ +1 പൊളിറ്റിക്കൽ സയൻസ് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒന്നാമതായും ചോദിക്കാറുള്ളത് നമ്മുടെ ഭരണഘടന മറ്റ് വിദേശ ഭരണഘടനകളിൽ നിന്ന് എന്തെല്ലാം കടമെടുത്തിട്ടുണ്ട്, ഏതൊക്കെ വ്യവസ്ഥകളാണ് കടമെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അതുപോലെ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, കാനഡിയൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ലോകത്തിലെ വളരെ അറിയപ്പെടുന്ന ചില ഭരണഘടനകളാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്ത നമ്മൾ എഴുതി തയ്യാറാക്കുന്നത്. പ്രധാനമായും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് പാർലമെൻ്ററി സിസ്റ്റം ആണ്, അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യവസ്ഥ എന്ന് പറയും. എന്താണ് ഈ പാർലമെൻ്ററി വ്യവസ്ഥ? ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, പ്രത്യേകിച്ച് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ സയൻസിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തലവനാണ്, രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ തലവന് പാർലമെന്റ് സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പാർലമെന്റ് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ നിയമവാഴ്ച നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടന. അതുപോലെ തന്നെ സ്പീക്കർ എന്ന പദവി, ലോകസഭാ സ്പീക്കറിന്, രാജ്യസഭാ സ്പീക്കറിന്, നിയമസഭാ സ്പീക്കർ, ഈ പദവി, ഈ സംവിധാനം നമ്മൾ കടമെടുത്തിട്ടുള്ളത്, നമ്മൾ ഭരണഘടന എഴുതി ചേർത്തിട്ടുള്ളത് ബ്രിട്ടൻ്റെ ഭരണഘടന. അതുപോലെ തന്നെ നീതിന്യായ സംവിധാനം, ജുഡീഷ്യറി, നമ്മുടെ കോടതികളൊക്കെ ജുഡീഷ്യറി വഴിയാണ്. ഈ സംവിധാനം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടന. അതുപോലെ തന്നെ നമുക്ക് നോക്കാം അമേരിക്കൻ ഭരണഘടനയിൽ നമ്മൾ എന്തെല്ലാം കടമെടുത്തു എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്. പ്രധാനമായും 6 മൗലിക അവകാശങ്ങൾ, 6 മൗലിക അവകാശങ്ങളെ പറ്റി ഭരണഘടന പറയുന്നു. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടൻ്റെ. അതുപോലെ തന്നെ നീതിന്യായ പുനഃപരിശോധന, ഒരു കോടതി ചോദിച്ചാൽ പുനഃപരിശോധിക്കാൻ മറ്റു കോടതികൾക്ക്, ഉയർന്ന കോടതികൾക്ക് അധികാരമുണ്ട്. ഈ സംവിധാനം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടന. സ്വതന്ത്ര നീതിന്യായ സംവിധാനം, ഇതൊക്കെയാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് നിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇംഗ്ലീഷിലാണ്. ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നാണ് ഇത് പറയുന്നത്, നിർദ്ദേശ തത്വങ്ങൾ. ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് സംവിധാനം വർക്ക് ചെയ്യേണ്ടത്. നിർദ്ദേശ തത്വങ്ങളിൽ വ്യക്തമായി നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഐറിഷ് ഭരണഘടന നിർദ്ദേശ. ഈ ഫ്രഞ്ച് ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യം, ഫ്രീഡം, സമത്വം, സാഹോദര്യം എന്നിവയിലുള്ള തിയറികളാണ്. ഇതിനൊക്കെ പൊളിറ്റിക്കൽ തിയറീസ് ആണ്. ഫ്രീഡം, അതുപോലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ കാനഡയിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അടുത്ത ഫെഡറൽ സംവിധാനം. എന്താണ് ഫെഡറൽ സംവിധാനം? ഫെഡറൽ മീൻസ് 2 ഗവൺമെൻറ്, 2 ഗവൺമെൻറ് സംവിധാനത്തെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയും. ഇന്ത്യ ഈസ് എ കോസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന്, ഇന്ത്യയിൽ ഭാഗികമായ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. എന്തുകൊണ്ടാണ്? എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ ഈ സംവിധാനത്തെ കോസി ഫെഡറൽ സിസ്റ്റം. ഈ ഫെഡറൽ സംവിധാനം നമ്മൾ കടമെടുത്തിട്ടുള്ളത്, നമ്മൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് കാനഡിയൻ ഭരണഘടന. ഇതാണ് പ്രധാനമായും ഈ ചാപ്റ്റർ ചോദിക്കുന്ന SXT. അതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. നമുക്ക് പരിശോധിക്കാം. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഈ അധ്യായത്തിൽ അത് 5 ധർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട്. 5 ധർമ്മങ്ങളെ പറ്റി. 1, ഇന്ത്യൻ ഭരണഘടന ഏകോപനം ഉറപ്പുവരുത്തുന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനങ്ങൾക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ഏകോപനം ഉറപ്പു നൽകുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനമെടുക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ തീരുമാനം വ്യക്തമാക്കാനുള്ള അധികാരം നൽകുന്നു.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതിനുള്ള ഒരു സംവിധാനം ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്നത് ഈ ഭരണഘടന. ഇത് ഭരണഘടനയുടെ ഒരു ധർമ്മമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഒരേ സമയത്ത് അധികാരം നൽകുന്നു, അതേ സമയത്ത് ആ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെൻറ് അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു എന്നും നാം പറഞ്ഞിരുന്നു. മറ്റൊരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എന്തൊക്കെയാണെന്ന് ഭരണഘടന നമുക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ലോകത്ത് വിലമതിക്കുന്നത് എന്നൊക്കെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് പറഞ്ഞു തരും. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എന്തൊക്കെയായിരിക്കണമെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ജനതയുടെ വലിയ ഇന്ത്യൻ സമൂഹം എന്ന വ്യക്തിത്വം നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇന്ത്യൻ ഭരണഘടന. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ധർമ്മങ്ങൾ, ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതുന്നത് ഈ 5 പ്രവർത്തനങ്ങളാണ്, ഈ 5 ധർമ്മങ്ങളാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിലാണ് ഞാനിത് നിങ്ങളെ അവതരിപ്പിക്കുന്നത്.